അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ഉണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ഒരു മഹത് വചനമാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ വചനമാണ്. ഇതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഞാനിത് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി ഈ കേരളത്തിന്റെ ഭരണാധികാരിയാണല്ലോ. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ വചനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പട്ടിണിക്കിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയും ഭാര്യയും മക്കളും മരുമക്കളും പേരമക്കളും ഒക്കെ കൂടി ക്ലിഫ് ഹൗസിൽ സുഖലോലുപരായി ജീവിക്കുന്നു. നാട്ടിൽ ജനങ്ങൾക്ക് സമ്മാനിക്കുന്നത് മഴയുടെ പേര് പറഞ്ഞുകൊണ്ട്, വർഷകാലത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിരന്തരം പവർ കട്ടാണ്. പവർ കട്ട്. കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, പാത്രം കഴുകാൻ വെള്ളമില്ല, എന്തിനേറെ പറയുന്നു ചന്തി കഴുകാൻ പോലും ടാങ്കിൽ വെള്ളമില്ല. ബഹുഭൂരിപക്ഷ സമയത്തും പവർ കട്ടാണ്. കാരണം പറയുന്നത് അവിടെ വണ്ടി ഇടിച്ചു, ഇവിടെ പോസ്റ്റ് മറിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാരണം ഞാൻ അംഗീകരിക്കാം, വിശ്വസിക്കാം. താങ്കൾ കുടുംബസമേതം താമസിക്കുന്നത് എന്നെ പോലുള്ള ഈ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ക്ലിഫ് ഹൗസിലാണ്. ഈ ക്ലിഫ് ഹൗസിൽ ഒരു സെക്കൻഡ് പോലും താങ്കൾക്ക് കറണ്ട് ഇല്ലാതെ വന്നിട്ടുണ്ടോ? അവിടെ പവർ കട്ടുണ്ടോ? അപ്പൊ താങ്കൾക്ക് എന്തുമാകാം, താങ്കൾക്ക് ഏത് സുഖലോലുപ ജീവിതവും നയിക്കാം. അവിടെ പവർ കട്ടില്ല. സാധാരണക്കാരായി ജനങ്ങൾ വസിക്കുന്ന വീടുകളിൽ, നാടുകളിൽ 24 അവർ പവർ കട്ട് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നത് മരം ഒടിഞ്ഞു വീണു, കാറ്റ് ഇടിഞ്ഞു വീണു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ്. എന്തിനാണ് ഈ ക്രൂരത? താങ്കളെ നയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരായ സ്റ്റാലിന്റെയും ചെഷസ്ക്യുവിന്റെയും പോൾപോട്ടിന്റെയും ഒക്കെ മനസ്സാണ്. അതുകൊണ്ടാണ് ഈ ക്രൂരത കാണിക്കുന്നത്. ഇവിടെ വൈദ്യുതി ഇല്ലെങ്കിലും താങ്കൾക്ക് വൈദ്യുതിയുണ്ട്. ക്ലിഫ് ഹൗസിൽ വൈദ്യുതിയുണ്ട്. മന്ത്രി മന്ദിരങ്ങളിൽ വൈദ്യുതിയുണ്ട്. പാവപ്പെട്ട ജനങ്ങൾ ജീവിക്കുന്ന കുടിലുകളിൽ വൈദ്യുതിയില്ല, അവിടെ വെള്ളമില്ല. അവിടെ കരണ്ട് കട്ട് ചെയ്യുന്നതിന് പറയുന്ന ന്യായം മരം ഒടിഞ്ഞു വീണു, അപകടമുണ്ടായി, പോസ്റ്റ് വീണു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. താങ്കൾ ഒരുപാട് വികസനത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പോഴും പുരാതന കാലത്താണ് കേരളം മാത്രം.